Good afternoon to all. Good afternoon, ma'am. Yeah, good afternoon. Okay, lunch കഴിച്ചോ? Had your lunch? കഴിച്ചു. കഴിച്ചു. Okay, Nancy, okay ആണിപ്പോ? ഇടക്കിടക്ക് ഛർദില്ല. ഛർദി വേണ്ടേ അല്ലേ? ഫസ്റ്റ് പ്രഗ്നൻസി ആണോ? ആന്നു. അപ്പൊ കുഴപ്പമില്ല, എൻജോയ് ചെയ്യൂ കേട്ടോ മാക്സിമം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ക്വസ്റ്റ്യൻസ് വിത്ത് ഹൗ അല്ലെ നെക്സ്റ്റ് ചെയ്താ കണ്ടിന്യൂ ചെയ്യാം. ക്വസ്റ്റ്യൻസ് വിത്ത് ഹു. ഓക്കെ, who owns this car? Who owns this car? Who knows about it? Who knows about it? Who told you? Who told you? Who are you waiting for? Who are you waiting for? Who is he talking to? Who is he talking to? Who lives next door? Who lives next door? Who pointed it? Who pointed it? Who made the noise? Who made the noise? Who came late today? Who came late today? Who gave you the news? Who gave you the news? Who did you talk to? Who did you talk to? Who will help you if you need a lot of money? Who will help you if you need a lot of money? Who shut the door? Who shut the door? Who has taken my books? Who has taken my books? Who wants to go for a walk? Who wants to go for a walk?
Who will accompany me? Who will accompany me? Who are you staying with? Who are you staying with? Who phones you? Who phones you on Sundays? Who phones you on Sundays? Who's the boy near the door? Who's the boy near the door? Whose book is this? Whose book is this? Whose brother is he? Whose house is that? Whose the house is that? Okay, clear? Finished? Yeah, okay. ഇതിന്റെ മീനിങ് നിങ്ങൾ പറയൂ. എപ്പോഴും ഞാൻ എങ്ങനെ പറയാം? ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു നോക്കിയേ. Who owns this car? പറയൂ. The meaning of this sentence. Who owns this car? ഇത് ആരുടെ കാറാണ്? ഓക്കെ, ഞാൻ എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു. Sorry. ഇത് ആരുടെ കാറാണ്? ഓക്കെ, next sentence. Sorry, next question. Who knows about it? Who knows about it? ഇതിനെ കുറിച്ച് ആർക്കറിയാം? Yeah, okay. ഇതിനെ കുറിച്ച് ആർക്കറിയാം? അല്ലെങ്കിൽ ആർക്കാണ് ഇതിനെ കുറിച്ച് അറിയാം? ആർക്കാണ് ഇതിനെ കുറിച്ച് അറിയാവുന്നത്? Who knows about it? And the next, who told you? ആരാണ് നിന്നോട് ആരാണ് നിന്നോട് പറഞ്ഞത്? Okay. Who told you? അഞ്ജലി, ചുമയൊക്കെ മാറിയോ? ചുമ ഉണ്ട് മിസ്സേ. ഞാൻ മറ്റേ ചുമയുടെ ഒരു പൊടിയൊക്കെ ഇല്ലേ, മറ്റേ ഈ ഏതാണ്ടൊക്കെ ഇട്ട് പൊടിച്ച് അത് കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറയുന്നില്ല. ഇനി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അപ്പൊ? ഇല്ല, പോയില്ല. ഞാൻ ഈ പൊടിയൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു. നല്ല കാര്യം കേട്ടോ. ഇനിയും പോണം. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാൻ നോക്കട്ടോ. Then who are you waiting for? നീ ആരെയാണ് കാത്തിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നീ കാത്തു നിൽക്കുന്നത്? Who are you waiting for? Then who is he talking to? Who is he talking to? അവൻ ആരോടാണ് സംസാരിക്കുന്നത്? അവൻ ആരോടാണ് സംസാരിക്കുന്നത്? Who is he talking to? അവൻ ആരോടാണ് സംസാരിക്കുന്നത്? Then who lives next door? Who lives next door?
അടുത്ത റൂമിൽ ആരാണ് അല്ലെ? നെക്സ്റ്റ് ഡോർ ആരാണ് താമസിക്കുന്നത്? അടുത്ത വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? Means next door. Who pointed it? ആരാണത് കാണിച്ചതാണോ കാണിച്ചത്? കാണിച്ചത്. ഫാസ്റ്റ് ആണ്. ഇതല്ല അല്ലെ? അപ്പൊ ആരാണത് ചൂണ്ടിക്കാണിച്ചത്? Who did you talk to? Sorry. Who pointed it? Then who made this? Who made the noise? ആരാണ് ഈ ശബ്ദം ഉണ്ടാക്കിയത്? ആരാണ് ശബ്ദം ഉണ്ടാക്കിയത്? Who made the noise? ആരാണ് സൗണ്ട് ഉണ്ടാക്കിയത്? Who made the noise? Then who came late today? ആരാണ് ലേറ്റ് ആയത്? ആരാണ് ഇന്ന് വൈകി വന്നത്? Who came late today? ആരാണ് ഇന്ന് വൈകി വന്നത്? Who came late today? Who gave you the news? ന്യൂസ് തന്നത്? ആരാണ് ഈ വാർത്ത തന്നത്? തെറ്റാണെങ്കിൽ who said the news? ആണെങ്കിൽ who said the news? ആരാണ് ന്യൂസ് പറഞ്ഞത്? നിങ്ങൾ ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന ഡെയിലി സെന്റൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ സെന്റൻസ് അല്ലെങ്കിൽ ഓരോ സെന്റൻസ് ആവശ്യമായിട്ട് വരുമല്ലോ. ഇപ്പൊ ആരാണ് ന്യൂസ് പറഞ്ഞത്? ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കേണ്ടത് ആരാണ് ഈ ന്യൂസ് പറഞ്ഞതെന്നായിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ഗെയിമിന്റെ അവിടെ സെറ്റ് ആക്കാം. അങ്ങനെ മാറ്റി കുറച്ചൊക്കെ ആയിരിക്കും അവിടെ പറയേണ്ടത്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സെന്റൻസും ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നത്. പ്രാക്ടീസ് ചെയ്യാം, അപ്പോഴേ കിട്ടുള്ളൂ. നെക്സ്റ്റ്, who did you talk to? നീ ആരോടാണ് സംസാരിച്ചത്? Who did you talk to? ആരാണ് നിന്നോട് സംസാരിച്ചത്? ആരാണ് നിന്നോട് സംസാരിച്ചത്? നിന്നോട് ആരാണ് സംസാരിച്ചത്? Who did you talk to? നിന്നോട് ആരാണ് സംസാരിച്ചത്? Who will help you if you need a lot of money? എനിക്ക് ആരെന്നെ ഹെൽപ്പ് ചെയ്യും? പണത്തിന് ആവശ്യം വന്നാൽ, ഒരുപാട് പണത്തിന് ആവശ്യം വന്നാൽ നിന്നെ അത് ഹെൽപ്പ് ചെയ്യും. Who will help you if you need a lot of money? Then who shut the door? ആരാണ് ഡോർ അടച്ചത്? ആരാണ് ഡോർ അടച്ചത്? Who shut the door? ആരാണ് ഡോർ അടച്ചത്? Next, who has taken my books? Who has taken? ആരാണ് എന്റെ ബുക്ക് എടുത്തത്? Who has taken my books? Then who wants to go for a walk? Who wants to go for a walk? ആരാണ് നടക്കാൻ ആഗ്രഹിക്കുന്നത്? Who wants to go for a walk? ആരാണ് നടക്കാൻ ആഗ്രഹിക്കുന്നത്? Next, who will accompany me? Who will accompany me? ആരാണ് എന്റെ കൂടെ വരുന്നത്? ആരാണ് എന്റെ കൂടെ വരുന്നത്? Who will accompany me? Who are you staying with?
നിന്റെ കൂടെ ആരാണ് ആരാണ് താമസിക്കുന്നത്? Yeah. നിന്റെ കൂടെ ആരാണ് താമസിക്കുന്നത്? Who are you staying with? Who phones you on Sundays? Sundays. ആരാണ് സൺഡേസിൽ നിന്നെ വിളിക്കുന്നത്? ആരാണ് സൺഡേസിൽ നിന്നെ വിളിക്കുന്നത്? ഞായറാഴ്ചകളിൽ നിന്നെ ആരാണ് വിളിക്കുന്നത്? നിന്നെയല്ല, നീ ആരെയാണ് വിളിക്കുന്നത്? Who is the boy near the door? സെയിം തന്നെ. അപ്പുറത്തെ വീട്ടില് ആരാണ്? അപ്പുറത്തെ വീട്ടിലല്ല, അവ അതിനടുത്ത് ആരാണ്? നെക്സ്റ്റ് ഡോർ ആണെങ്കിൽ അപ്പുറത്തെ വീട്. ഇത് ഡോറിനടുത്താണ്, നിയർ ദ ഡോർ. സോ ഡോറിനടുത്തുന്നത് ആരാണ്? ഏത് വൈറ്റ് ബോയ് ആണ്? Whose book is this? ആരുടെ ബുക്കാണ്? ആരുടെ ബുക്കാണ്? Whose brother is he? അത് ആരുടെ ബ്രദറാണ്? ആരുടെ ബ്രദറാണ്? Whose house is that? ആരുടെ വീടാണ്? Okay, is it finished? ക്ലാസ്സിൽ പൊതുവെ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്? 20 കാണും. 17, 18, 19, 20, 26 ചിലപ്പോ 26 ഉണ്ടാവും. ചില ക്ലാസ്സുകൾ 26, 25 ഇന്നിപ്പോ ആരും വരാൻ വഴിയില്ല. നെക്സ്റ്റ് ക്ലാസ് സോളി മാമിന്റെ കൂടി ആണെങ്കിൽ 10 കുട്ടികളെ കാണുന്നു. ആരും കാണില്ല. സോളി മിസ്സിന്റെ ക്ലാസ്സിൽ പൊതുവെ ആരും കേറത്തില്ല. ഞങ്ങളൊക്കെ കയറും. നമ്മളുണ്ടാവും. ഞാൻ എല്ലാ ക്ലാസ്സിലും ഒരുവിധം കയറാൻ ശ്രമിക്കാറുണ്ട്. ഇംഗ്ലീഷില് പൊതുവെ ഇതെല്ലാം കൂടുതലാണ്. അതെ, ഇംഗ്ലീഷിനെക്കാട്ടി കൂടുതൽ കാണും ബാക്കിയുള്ള ക്ലാസ്സില്. അപൂർവം ചില ക്ലാസ്സിലാണ് 20 above സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇംഗ്ലീഷിൽ. ഞാൻ തന്നെ ആലോചിക്കുന്നത് ഇതിനാണ് ഒത്തിരി സ്റ്റുഡൻസ് പൊതുവെ അങ്ങനെ ഉണ്ടാവാറില്ലേ? ഇപ്പൊ സ്റ്റുഡൻസ് കൂടുമ്പോഴാണ് എന്താണ് ഇത്രയും സ്റ്റുഡൻസ് വരാൻ ചിന്തിക്കുക. പറയുമ്പോൾ എനിക്ക് അത്രയും കുഴപ്പമൊന്നുമില്ല, സ്വാഭാവികമാണല്ലോ. ഇതാണ് ഇംഗ്ലീഷിലെ അവസ്ഥ. ഓക്കെ, വായിക്കാം നമുക്ക്. Who owns this car? Who knows about it? Who told you? Who are you waiting for? Who is he talking to? Who lives next door? Who pointed it? Who made the noise? Who came late today? Who gave you the news? Who did you talk to? Who will help you if you need a lot of money? Who shut the door? Who has taken my books? Who wants to go for a walk? Who will accompany me? Who are you staying with? Who phones you on Sundays? Who is the boy near the door? Whose book is this? Whose house is that? Whose brother is he? Okay. Then who's next? ഞാൻ വായിക്കാം. Who owns this car? Who knows about it? Who told you? Who are you waiting for? Who is he talking to? Who lives next door? Who pointed it? Who made the noise? Who came late today? Who gave you the news? Who did you talk to? Who will help you if you need a lot of money? Who shut the door? Who has taken my book? Who wants to go for a walk? Who will accompany me? Who are you staying with? Who phones you on Sunday? Who is the boy near the door? Whose book is this? Whose brother is he? Whose house is that? Yeah, okay. Then
Next ആരാ? Yes. Who owns this car? Who knows about it? Who told you? Who are you waiting for? Who is the talking to you? Who is he talking to you? Who lives next door? Who pointed it? Who made the noise? Who came late today? Who gave you the news? Who did you talk to? Who will help you if you need a lot of money? Who shut the door? Who has taken my book? Who wants to go for a walk? Who will accompany me? Who are you staying with? Who phones you on Sundays? Who is the boy near the door? Whose book is this? Whose brother is he? Whose house is that? Thank you. Okay. ഇനി ആരാ വായിക്കാം? ഞാൻ വായിക്കാം. Okay. Who owned this car? Who knows about it? Who told you? Who are you waiting for? Who is he talking to? Who lives next door? Who pointed it? Who made the noise? Who came late today? Who gave you the news? Who did you talk to? Who will help you if you need a lot of money? Who shut the door? Who has taken my books? Who wants to go for a walk? Who will accompany me? Who are you staying with? Who phones you on Sundays? Who is the boy near the door? Whose book is this? Whose brother is he? Whose house is that? Yeah. Okay. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ഡെയിലി സെന്റൻസ് കഴിഞ്ഞു. ഞാൻ കൺക്ലൂസീവ്സ് ഉണ്ടായിരുന്നില്ലേ? ഏതാണ് തന്നെയെന്ന് പറയാമോ? തന്നിട്ടുണ്ട്. ലാസ്റ്റ് കൺക്ലൂസീവ്സ് ഏതായിരുന്നു? The program the People's Party stands for the progress of the public to prove the popular thoughts. Okay. Next ഏതാ? Okay, next എഴുതണ്ടേ? At an award, the singer will come. Tell your father is a good painter as well as a good writer. After an award, the singer will come. Tell your father is a good painter as well as a good writer. കഴിഞ്ഞോ? പറഞ്ഞോ നമുക്ക്. 5 times പറയൂ ട്ടോ. പറയാനാണോ? പറയൂ. പറയാനാണോ?
After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father who is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. Okay, Anjali. മിസ്സേ ഒരു Next ആരാ? തവണ വായിക്കാം. ഒത്തിരി തവണ എനിക്ക്. After an hour, the singer will come tell your father he is a good painter as well as a good writer. Okay, okay. ഞാൻ നേരത്തെ വായിക്കാൻ പറയാതിരുന്നാണ് കേട്ടോ അഞ്ജലി. ഞാന് മുമ്പത്തെ എനിക്ക് വായിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ഇടയ്ക്ക് കുറെ ചുമച്ച് എല്ലാരെയും കൂടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ പിന്നെ അന്നേരം പറയാം. കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കും കേട്ടോ, കൺസൾട്ട് ചെയ്യണം. ഓക്കെ. ആ ശരി മിസ്സേ. ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ വായിക്കുന്നത്. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. Thank you, ma'am. Yeah, okay. Next ആരാ? വായിക്കൂ കേട്ടോ. ഞാൻ വായിക്കാം. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. Okay. വിനീത വായിക്കൂ. After an hour, the singer will come tell your father he is good painter as well as good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. After an hour, the singer will come tell your father he is a good painter as well as a good writer. Yeah, okay. വൈഷ്ണവി. After an hour, the singer will come tell your father she is a good painter as well as a good writer. After an hour, the singer will come tell your father she is a good painter as well as a good writer. After an hour, the singer will come tell your father she is a good painter as well as a good writer. After an hour, the singer will come tell your father she is a good painter as well as a good writer. After an hour, the singer will come tell your father she is a good painter as well as a good writer. Okay, വൈഷ്ണവി hour അല്ല കേട്ടോ, hour, just hour. Okay, an hour. അങ്ങനെ വായിക്കണേ. അവിടെ H സൈലന്റ് ആണ്. ഓക്കെ, അടുത്തൊരു ടങ് ട്വിസ്റ്റേഴ്സ് നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാട്ടോ. His father likes her because he likes him. It's too hot here. Let's go to her home with him. Is happy because she's a good hostess. എഴുതിന് ശേഷം ഇതുപോലെ തന്നെ 5 ടൈംസ് എല്ലാവരും പറയാം. ഞാൻ നെക്സ്റ്റ് എന്ന് പറയാൻ നിൽക്കണ്ട, ഓരോരുത്തർ പറഞ്ഞു കഴിയുമ്പോൾ നെക്സ്റ്റ് എല്ലാവരും കൂടെ പറയാം കേട്ടോ.
ഓക്കെ, വായിക്കാം നമുക്ക്. കഴിഞ്ഞല്ലോ, ആവശ്യമുള്ളൂ കേട്ടോ. വായിക്കാം. His father likes her because he likes him. It too hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It too hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It too hot here. Let's go to home with him. He is happy because she is a good hostess. His father likes her because he likes him. It too hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It too hot here. Let's go to her home with him. He is happy because she is a good hostess. ഓക്കെ ആൻസി. ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ. His father likes her because she likes him. It is too hot here. Let's go to her home with him. She is happy because she is a good hostess. His father likes her because she likes him. It is too hot here. Let's go to her home with him. She is happy because she is a good hostess. His father likes her because she likes him. It is too hot here. Let's go to her home with him. She is happy because she is a good hostess. His father like here because she like him. It is too hot here. Let's go to her home with him. She is happy because she is a good hostess. His father like here because she like him. It's too hot here. Let's go to her home with him. He is happy because she is a good hostess. ഓക്കെ വൈഷ്ണവി. ഞാൻ വായിക്കാം. ഓക്കെ. His father likes her because he likes him. It's too hot here. Let's go to her home with him. He's happy because she is a good hostess. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is happy because she is good hostess. ഓക്കെ വിനിത. നെക്സ്റ്റ് ആരാ? നിമ്മി. Yes, ma'am. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It's too hot here. Hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is good with him. He's happy because she is a good hostess. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is happy. He is happy because she is a good hostess. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is happy because she is a good hostess. His father likes her because he likes him. It's too hot here. Let's go to her home with him. He is happy because
she is a good hostess. Thank you, ma'am. Okay, Nimi. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടോ? Okay. ഞാൻ ചോദിക്കുന്ന കുറച്ച് വേർഡ്സ് മീനിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്യാം. മീനിങ് അറിയാമെങ്കിൽ പറയൂ. എന്തുവാ മിസ്സേ? ഞാൻ Okay. നെക്സ്റ്റ് ചെയ്യുന്ന വേർഡ്സിന്റെ മീനിങ് പറയാം. ഓക്കെ, അഡ്വാൻസ്. ഉപദേശം. ഉപദേശം. No. ADVISC. ഉപദേശിച്ചു. I don't know. ഉപദേശിക്കുക. Okay, ഉപദേശിക്കുക. Okay. that is a noun, is a verb one. Oh. Next up, expect. പ്രതീക്ഷിക്കുക. Yeah, you know, accept. ഒഴികെ. Already. Yes, Yes. correct. Is it so? അങ്ങനെയാണോ? Yeah. അങ്ങനെയാണോ? ഇതങ്ങനെയാണോ? How many? എത്ര? How many എത്ര? എത്ര എണ്ണം? എത്ര? How far? എത്ര ദൂരെ? ദൂരം. How long? എത്ര കാലം? Yeah, എത്ര നാള് എത്ര ഇങ്ങനത്തെ നാള്? സമയം. എത്ര ദൂരം? കാലം. How often? ഇടയ്ക്കിടയ്ക്ക്. Often. എപ്പോഴൊക്കെ? Yeah. എപ്പോഴൊക്കെ? How much? എത്രമാത്രം? എത്രമാത്രം? എത്ര അളവ് എന്ന് ചോദിക്കും. How fast? എത്ര ദൂരം? എത്ര സ്പീഡ്? വേഗമല്ലേ? വേഗം. Some more. കുറച്ചുകൂടി. കുറച്ചുകൂടി. Don't hesitate. മടിപ്പിക്കാതെ. Yeah. അതന്നെ. പഠിക്കരുത്. ഇരിക്കരുത്. For what? എന്തിന്? അതെന്താ? For what? എന്തിനു വേണ്ടി? Yeah, എന്തിനു? Remorse. പശ്ചാത്താപം. Remorse. Hair. അനന്തരാവകാശി. ഈ hair എന്താ? മുടി. അവകാശി. Yes. Grief. ദുഃഖം. ദുഃഖം. Hence.
Hence. അതുകൊണ്ട് Hence, അതിനാൽ. അതിനാൽ. By then, അത് ഓക്കെ ബൈ ദെൻ. പിന്നെന്താ ബൈ ദെൻ? ഇനി എന്താ അങ്ങനെ വരാം. അപ്പോഴേക്കും ചോദിക്കാം. By then, അപ്പോഴേക്കും. Instead, പകരം. പകരം. കൂടാതെ പകരം. കൂടാതെ പകരം എന്ന് പറയാം. Otherwise, മറ്റേതെങ്കിലും. അതല്ലെങ്കിൽ, അല്ലെങ്കിൽ, അതല്ലെങ്കിൽ. Since then, ഇത് മുതൽ, അന്ന് മുതൽ. അപ്പോൾ മുതൽ. അപ്പോൾ മുതൽ. അപ്പോൾ മുതൽ. Yeah, since then, അപ്പോൾ മുതൽ. If so, അങ്ങനെയാണെങ്കിൽ, അപ്രകാരമാണെങ്കിൽ. yes, അങ്ങനെയാണെങ്കിൽ. Intention, ഉദ്ദേശം. ഉദ്ദേശം. Intention, ഉദ്ദേശം. Fracture, പരിക്ക്. മുറിവ്. പരിക്ക്, പൊട്ടൽ എന്നൊക്കെ പറയുന്നത് fracture ആണ്. പൊട്ടൽ. Sneeze, തുമ്മുക. തുമ്മുക. Itchy, ചൊറിച്ചിൽ. rash എന്താ rash? ചോപ്പ് കളറിൽ. കറുത്ത് കിടക്കുന്ന wound, മുറിവ്. മുറിവാണ്. Swelling, വീക്കം. വീക്കം. നീർക്കെട്ട്. വീക്കം. ഏർപ്പെട്ട് പറയാം. പിന്നെ മുഴ, ചെറിയ മുഴകള് swelling എന്ന് പറയും. എന്തുകൊണ്ടും പറയാം കേട്ടോ. Sciatia, ചുണങ്ങാണേ. ചുണങ്ങ്. ഓക്കെ. പിന്നെ sprain, ഉളുക്ക്. 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 Hercules, I don't know. അതിശക്തമായ. Rigorous, പിന്നോട്ട് പോകുക. പിന്നോട്ട് പോകുക. Rigorous. Emulate, emulate, അനുകരിക്കുക. Destroy, നശിപ്പിക്കുക. ഒഴിവാക്കുക. destroy തകർക്കുക. Conflict, തർക്കം. retaliation, retaliation, confrontation, retaliation and confrontation രണ്ടും പറയും. Retaliation പകരം വീട്ടലാണ് കേട്ടോ. പകരം വീട്ടൽ. Confrontation ഏറ്റുമുട്ടൽ.
Cheese. Cheese എന്താ? Cheese. കളിയാക്കുക. Cheese. കളിയാക്കുക. Cheese. Blame. കുറ്റപ്പെടുത്തുക. Yeah. കുറ്റപ്പെടുത്തുക. Stop. Stop. തണ്ട്. Stop. നിരന്തരം പിന്തുടരുക. Humiliate. അധിക്ഷേപിക്കുക. Yeah. അപമാനിക്കുക. Ridicule. Ridiculous. പരിഹസിക്കുക. Ignore. അവഗണിക്കുക. Yeah, അവഗണിക്കുക. Backstab. Backstab. പിന്നിൽ നിന്ന് ശപിക്കുക. Trustworthy. വിശ്വാസമുള്ള. Yeah, വിശ്വസനീയ. വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് trustworthy. Humble. വിനയം. Yeah. വിനീതമായ ഒരാളല്ലേ. Loyal. അത് loyal. Loyal വിശ്വസ്തൻ തന്നെയാണ്. Generous. Generous. ഔദാര്യം. Generous എന്താ? ദാനശീലൻ. Humanitarian. മാനുഷികമായ മൂല്യം. മനുഷ്യത്വം. ഇതോ മനുഷ്യത്വമുള്ള എന്നാണോ? മനുഷ്യ സ്നേഹി. Patron. Patron. സംരക്ഷകൻ. സംരക്ഷകൻ. ഓക്കെ, അത്യാവശ്യം കുറച്ച് വേർഡ്സ് ഒക്കെ നോക്കി. ഇനിയിപ്പോ തന്നെ എന്തൊക്കെയാ വേണ്ടേ? കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നോട്ട്സ് തന്നിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും more? അറിയൂ. ഡെയിലി കുറച്ചുകൂടെ സെന്റൻസ് ആവശ്യമായിട്ട് തോന്നുന്നുണ്ടോ? അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ? വേർഡ്സ് ഒക്കെ കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ വേർഡ്സ് ഒക്കെ ഇല്ലേ? നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളതും നമ്മുടെ ഡെയിലി ലൈഫിൽ കണക്ട് ആയിട്ടുള്ള അല്ലെ? ഓക്കെ, റെഡിയാക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ പറയാം. കുറച്ച് എക്സ്പ്രഷൻസ് കൂടെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ചെയ്യാം. റെഡിയാണോ? ഓക്കെ ആണ്. നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിലൊക്കെ സംസാരിക്കാം. എന്താണ് പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്? എന്താ വിചാരിക്കുന്നത്? എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? പറയൂ. ഞാൻ ഒരു ടോപ്പിക് തരാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കോ? ഞാൻ രണ്ടുപേരെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ രണ്ടുപേരെ സെലക്ട് ചെയ്യുമെന്ന് വിചാരിക്കോ? ഒരു സിറ്റുവേഷൻ പറയും. ആ സിറ്റുവേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ, മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, സംസാരിക്കുക, അങ്ങനെ നമുക്ക് നോക്കിയാലോ? സിറ്റുവേഷൻ ബേസ്ഡ് കോൺവെർസേഷൻ.
റെഡി ആണോ? എന്നാൽ ആരൊക്കെ റെഡി ആണെന്ന് പറഞ്ഞേ. Okay. Okay, Anna. മാളവിക, നിമ്മി, ആൻസി, പിന്നെ ആരൊക്കെയാ? വിനീത. ഓക്കെ ആണോ? അഞ്ജലി ഉണ്ടോ? അഞ്ജലി ഡോക്ടറെ കണ്ടിട്ട് വരൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ ആയിരിക്കണം. ചുമ മതിയാ. അപ്പോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ചെയ്യാം കേട്ടോ. സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഒരു കോൺവെർസേഷൻ പോലെ. ഓക്കെ, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം. ചിലപ്പോ നിങ്ങൾ ആ സിറ്റുവേഷനിലാണെന്ന് വിചാരിക്കും, ഇമാജിൻ ചെയ്യാം. ആ ടൈമിൽ ഇപ്പൊ നിമ്മി ആണെങ്കിൽ പോകുന്നെങ്കിൽ നിമ്മി ചുറ്റുള്ളത് കാണുകയാണ്. ഇപ്പൊ ആൻസിനെ കാണുന്നു, ആൻസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ ആൻസി ചിലപ്പോ അഞ്ജലിയെ കാണുന്നു, അങ്ങനെ അഞ്ജലിയോട് സംസാരിച്ചു, അങ്ങനെ നടന്നു പോകുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇമാജിൻ ചെയ്തിട്ട് അതേപോലെ ഒന്ന് സംസാരിക്കാം, കോൺവെർസേഷൻ പോലെ. ഓക്കെ ആണല്ലോ? നമ്മളെ നേരിട്ട് കാണുമ്പോ എന്താ പറയാന്നുള്ളത് അല്ലേ മാം? അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ മാം. നിങ്ങളിപ്പോ ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്തു വിചാരിക്കും, റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്തു, ഓക്കെ മാം. സംസാരിക്കാം. അപ്പോ നിങ്ങൾ ചിലപ്പോ നിമ്മി ആൻസിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അഞ്ജലിയും കാണും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ അഞ്ജലിയോട് സംസാരിക്കുന്നു. അതായത് നിങ്ങൾ മൂന്നുപേരും പുറത്തോട്ട് പോകുന്നു. അപ്പോഴായിരിക്കും അഞ്ജലി വിനീതിയെ കാണാം. അങ്ങനെ വിനീതിയും അഞ്ജലി തമ്മിലുള്ള കോൺവെർസേഷൻ. മനസ്സിലായോ? യെസ് മാം. അങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ഇമാജിനേഷൻ അറിയാം, എന്തെങ്കിലും ചോദിക്കാം, സംസാരിക്കാലോ. അപ്പൊ ആ രീതിയിലൊന്ന് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അതിനൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, രസമായിരിക്കും. ചുമ്മാ ഇംഗ്ലീഷ് കിട്ടിയില്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ചുമ്മാ ചോദിച്ചൊക്കെ അവസാനിപ്പിക്കാം. ഓക്കെ, യെസ് മാം. ഒരു ഫ്ലുവൻസിലേക്ക് വന്നോളൂ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഡെയിലി സെവൻസ് ആണെങ്കിലും ഒരുപാട് നോട്ട്സ് ഉണ്ട്. ഇപ്പോ അതിൽ നിന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോവാം. ഇനി കുറച്ചും കൂടെ നോട്ട്സേ ഉള്ളൂ. ക്ലിയർ? അത്രയൊക്കെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, Miss. താങ്ക് യു മിസ്. Thank you, Miss.